എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചൈന ഗ്രാസോ ജലാറ്റിനോ മുട്ടയോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണ്. ഒരു 3-4 ചേരുവകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫി പുഡിംഗ് ആണിത്. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കോഫി പുഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ വേണ്ടിയിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല പോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 1/2 ലിറ്റർ അളവിൽ, അതായത് ഒരു 500 ml പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാൽ നമ്മൾ എടുക്കുമ്പോൾ വെള്ളം ഒന്നും ചേർക്കാത്ത പാൽ തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫുൾ ഫാറ്റ് പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1/2 ലിറ്റർ അളവിൽ പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ ഈ ഒരു പാൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്ത് പാലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും ചേർത്ത് കൊടുത്താൽ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ലെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് മധുരം ഒന്ന് നോക്കുക. എന്നിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയും ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ്. പഞ്ചസാര എല്ലാം നന്നായിട്ട് ഉരുകി വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു കോഫി മിക്സ് ഇല്ലേ, ആ ഒരു കോഫി മിക്സ് ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കോഫി മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ തീയൊന്ന് കുറച്ച് തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു പുഡിങ്ങിൻ്റെ ഒരു പരിവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിനോ മുട്ടയോ ഒന്നും തന്നെ ഇതിലേക്ക് ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ ചേർക്കുന്നത് ഇതുപോലെ ഒരു കോൺഫ്ലോറിൻ്റെ പൊടിയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു കോൺഫ്ലോറിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ചൂടുവെള്ളമൊന്നും ചേർക്കണ്ട, സാധാ നോർമൽ വാട്ടർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു കോൺഫ്ലോറും വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു കോൺഫ്ലോറും വെള്ളം കൂടി ചേർത്ത് ഒട്ടും തന്നെ കട്ടയൊന്നും വരാതെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ലാസ്റ്റ് നമ്മൾ ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തേക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെച്ചിട്ട് കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതുപോലെ കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അത്യാവശ്യം നമ്മൾ നന്നായിട്ട് കുറുക്കിയെടുത്താൽ മാത്രമേ അത് നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഏകദേശം നമുക്കൊന്ന് കുറുകി വരുന്നുണ്ട്. ഇതിലും കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടണം. അപ്പോൾ കൈവിടാതെ നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്ത് ഇതുപോലെ ഞാനൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഈ ഒരു പരുവായിട്ട് കിട്ടുന്നിടം വരെ നമ്മൾ നന്നായിട്ട് കുറുക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നിങ്ങൾക്ക് ചെറിയ പാത്രങ്ങളിലേക്ക് ഒഴിച്ചു കൊടുത്ത് വേണമെങ്കിലും സെറ്റ് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തിൽ ഒന്നായിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു കോഫി കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് പാത്രം എടുത്താലും ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ നല്ല പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കപ്പിൽ ഇതുപോലെ നന്നായിട്ട് ഞാൻ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മിക്സ് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഗ്ലാസ് തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ 2ൽ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറഞ്ഞതൊരു 2-3 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അതിന് ശേഷമാണ് എടുക്കുന്നത്. നന്നായിട്ട് തന്നെ നമുക്കിതിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ആദ്യം ഇതുപോലെ ഈ ഒരു സൈഡെല്ലാം കൈ വെച്ചിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു ഗ്ലാസ് ഇതുപോലെ മറിക്കുമ്പോഴത്തേക്കും ആ ഒരു പുഡിങ് അതിൽ നിന്ന് വന്നോളൂ. ഈ ഒരു പുഡിങ് കാണാൻ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറിയതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്ട്രോബെറി കട്ട് ചെയ്തത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം എൻ്റെ മുകളിൽ നിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൈന ഗ്രാസോ ജലാറ്റിനോ മുട്ടയോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു കോഫി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോഫിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ
ഈ ഒരു കോഫി പുഡിങ് വീട്ടിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.